പാർട്ടിയെക്കുറിച്ചുള്ള NSS ആക്ടിംഗ് സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പരാമർശം സ്വാഭാവികമാണെന്ന് കെ മുരളീധരൻ. തന്റെ കൂടെ കോൺഗ്രസിലേക്ക് വന്നവർക്ക് പാർട്ടിയുടെ പുനഃസംഘടനയിൽ കാര്യമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കെ മുരളീധരൻ ജിദ്ദയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സാമുദായിക പരിഗണനയും മറ്റും മൂലമാണ് ഉദ്ദേശിച്ചത്ര സീറ്റുകൾ കരുണാകര വിഭാഗത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാതെ പോയതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. KPCC പുനഃസംഘടനയിൽ തന്റെ കൂടെ കോൺഗ്രസിൽ എത്തിയവരുൾപ്പെടെ എല്ലാ വിഭാഗത്തിനും അർഹമായ പരിഗണന ലഭിക്കും എന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ പ്രസിഡന്റിനെ മാത്രമേ ഔപചാരികമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളൂ. അതിനുശേഷമുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമോ എന്ന ചോദ്യത്തിന് മുരളീധരൻ ഇങ്ങനെ പ്രതികരിച്ചു. സാമുദായികവും അതുപോലെ തന്നെ പ്രാദേശികവുമായിട്ടുള്ള ഒരു ബാലൻസ് കീപ്പപ്പ് ചെയ്യേണ്ട ജോലി കോൺഗ്രസിനുള്ളതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് രൂപീകരിക്കുമ്പോഴും ഈ ചുമതലകളൊക്കെ നിർവഹിക്കേണ്ടി വരുന്ന കോൺഗ്രസ്സാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യം അനുസരിച്ച് യുക്തമായിട്ടുള്ള നടപടി ഹൈക്കമാൻഡ് സ്വീകരിക്കും. അതിലിപ്പോൾ ആരും നിയുക്ത മന്ത്രിമാരോ നിയുക്ത മുഖ്യമന്ത്രിമാരോ ഒന്നുമല്ല. VS അച്യുതാനന്ദനെ കുറിച്ച ജി സുകുമാരൻ നായരുടെ പരാമർശം സ്വാഭാവികമാണെന്നും മുഖ്യമന്ത്രിയുടെ ചില പ്രതികരണങ്ങൾ മറ്റു സാമുദായിക സംഘടനകളെയും വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു മുഖ്യമന്ത്രി പ്രയോഗിക്കേണ്ട വാക്കുകളല്ല അച്യുതാനന്ദനിലൂടെ ഈ അടുത്ത കാലങ്ങളായി പുറത്തു വരുന്നത്. അത് സ്വാഭാവികമായിട്ടും NSSനെ മാത്രമല്ല മറ്റു പല സാമുദായിക സംഘടനകളെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികരണമാണ് NSSലൂടെ പുറത്തു വന്നിട്ടുള്ളത്. NSSന്റെ സമദൂര സിദ്ധാന്തത്തിൽ സംശയിക്കേണ്ടതില്ല എന്നും മുരളീധരൻ പറഞ്ഞു. ക്യാമറമാൻ ജിഹാദിനോടൊപ്പം ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.